BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. മെയ് 16 മനാമയിൽ നടക്കുന്ന 33ാമത് അറബ് ഉച്ചകോടിയുടെ ഒരുക്കം പുരോഗമിക്കുന്നു. എല്ലാ മേഖലകളിലും അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും ഐക്യദാർഢ്യവും ശക്തിപ്പെടുത്തുന്നതിനും അറബ് രാജ്യങ്ങളുടെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും പരമാധികാരം സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടികൾക്ക് ഊർജ്ജം പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം നടക്കുന്നത്. മേഖലയുടെ സമഗ്ര വികസനവും അജണ്ടയിലുണ്ട്. അറബ് ഉച്ചകോടിയുടെ ഔദ്യോഗിക ലോഗോ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായാണ് ഉച്ചകോടി ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. രാജ്യമെമ്പാടും സമ്മേളനത്തിന്റെ വരവറിയിച്ച് ബാനറുകൾ സ്ഥാപിച്ചു. പങ്കെടുക്കുന്ന രാഷ്ട്ര നേതാക്കളുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അറബ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുടെയും പാർലമെന്റുകളുടെയും സ്പീക്കർമാർ ബഹ്റൈനിൽ നടക്കുന്ന ഉച്ചകോടിക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് അറബ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ രാജാവ് ഹമദ് ബിൻ ഈസ് അൽ ഖലീഫ ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളിലെ ബഹ്റൈൻ അംബാസിഡർമാർ വഴിയാണ് അറബ് ഭരണാധികാരികൾക്ക് ക്ഷണപത്രം കൈമാറിയത്. അറബ് മേഖല നേരിടുന്ന വെല്ലുവിളികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും സജീവ ചർച്ചയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ രാജ്യങ്ങൾക്കിടയിൽ യോജിച്ച പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന ഉച്ചകോടി കൂടിയായിരിക്കും ഇത്. ബഹ്റൈനിലെ അൽ ലൂസിയിൽ കെട്ടിടത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. 8 നിലകളുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. 20ഓളം താമസക്കാരെ രക്ഷപ്പെടുത്തിയതായും അവർ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിച്ചു. വിവരം ലഭിച്ചയുടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് തീ അണച്ചതായും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഒരു പുരുഷനും ഒരു കുട്ടിയും 2 സ്ത്രീകളുമാണ് മരിച്ചത്. രക്ഷപ്പെടുത്തിയവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകി. തീയണയ്ക്കാൻ 7 അഗ്നിശമന വാഹനങ്ങളും 48 ജീവനക്കാരെയും വിന്യസിച്ചിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. രാജാവിന്റെ സൈനിക ഓഫീസ് മേധാവി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സൽമാൻ ബിൻ ഖാലിദ് അൽ ഖലീഫയുടെ മയ്യത്ത് നമസ്കാരത്തിൽ ഹമദ് രാജാവ് പങ്കെടുത്തു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും രാജകുടുംബാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. കുടുംബാംഗങ്ങളെ ഹമദ് രാജാവ് അനുശോചനം അറിയിച്ചു. അദ്ദേഹം വഹിച്ച സ്ഥാനങ്ങളിലൂടെയും ചുമതലകളിലൂടെയും രാഷ്ട്രത്തെ സേവിക്കുന്നതിൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സൽമാൻ കാണിച്ച പരിശ്രമങ്ങളെയും സംഭാവനകളെയും ഹമദ് രാജാവ് പ്രശംസിച്ചു. ഷെയ്ഖ് അബ്ദുള്ള ബിൻ സൽമാൻ ബിൻ ഖാലിദ് അൽ ഖലീഫ കുടുംബാംഗങ്ങൾ രാജാവിനെ നന്ദി അറിയിച്ചു. അറബ് ഐക്യത്തെ പിന്തുണയ്ക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ് 33ാമത് അറബ് ഉച്ചകോടിക്ക് ബഹ്റൈന്റെ ആതിഥേയത്വമെന്ന് ഷൂറ കൗൺസിൽ. സുരക്ഷ, സുസ്ഥിരത, വികസനം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പലസ്തീൻ അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള സംയുക്ത ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിലും ഉച്ചകോടി സഹായകമാകും. ഇക്കാര്യങ്ങളിൽ ഹമദ് രാജാവ് അതീവ തൽപരനാണ്. അറബ് ഐക്യം സംബന്ധിച്ച രാജ്യത്തിന്റെ ഉറച്ച നിലപാടുകളിൽ ഷൂറ കൗൺസിൽ ചെയർമാൻ അലി ബിൻ സലേ അൽ സലേ അഭിമാനം പ്രകടിപ്പിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പിന്തുണയും ഇക്കാര്യങ്ങളിലുണ്ട്. തീവ്രവാദത്തെ ചെറുക്കുന്നതിനും യുദ്ധങ്ങളും കൂട്ടനശീകരണായുധങ്ങളിൽ നിന്നുള്ള ഭീഷണികളും അവസാനിപ്പിക്കുന്നതിനും മേഖലയിൽ സ്ഥിരത കൈവരിക്കുന്നതിനും അറബ് പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സുപ്രധാന നാഴികക്കല്ലാണ് ബഹ്റൈൻ ഉച്ചകോടി. അറബ് പാർലമെന്ററി ഐക്യദാർഢ്യം അംഗീകരിക്കുന്നതിനും ഉച്ചകോടി കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലൈസൻസ് ഇല്ലാതെ ഹജ്ജ് ടൂർ ഓപ്പറേറ്റർമാരുടെ കൂടെ ഹജ്ജിന് പോകുന്നതിനെതിരെ നീതിന്യായ ഇസ്ലാമിക കാര്യ എൻഡോമെന്റ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഹജ്ജ് ഉംറ കാര്യങ്ങളുടെ ഉന്നത സമിതിയും സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയവും നിശ്ചയിച്ചിട്ടുള്ള ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്നും മന്ത്രാലയം ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് അഭ്യർത്ഥിച്ചു. ബന്ധപ്പെട്ട സൗദി അധികൃതരുടെ പെർമിറ്റ് അനുസരിച്ച് മാത്രമാണ് ഹജ്ജിന് അനുമതി ലഭിക്കുക. ലൈസൻസ് ഉള്ള ബഹ്റൈൻ ഹജ്ജ് ടൂർ ഓപ്പറേറ്റർമാരുടെ ലിസ്റ്റ് ഇസ്ലാമിയത്ത് മൊബൈൽ ആപ്പ് വഴി ലഭിക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചിട്ടും യാത്രക്കാരുടെ ദുരിതം തുടർന്നു. ശനിയാഴ്ച കോഴിക്കോട് ബഹ്റൈൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടാൻ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ ബുദ്ധിമുട്ടി. ശനിയാഴ്ച രാവിലെ 10:10 പോകേണ്ട വിമാനം വൈകുന്നേരമാണ് പുറപ്പെട്ടത്. സാങ്കേതിക തകരാർ മൂലമാണ് വിമാനം പുറപ്പെടാൻ താമസിച്ചതെന്നാണ് അധികൃതർ അറിയിച്ചത്. കോഴിക്കോട്ട് നിന്നുള്ള വിമാനം എത്താൻ വൈകിയതിനാൽ ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:20 പുറപ്പെടേണ്ട സർവീസും വൈകി. ശനിയാഴ്ച രാത്രി 9:20 ഈ വിമാനം പുറപ്പെട്ടത്. യാത്രക്കാർക്ക് ഹോട്ടലിൽ വിശ്രമിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും അധികൃതർ ഏർപ്പാട് ചെയ്തിരുന്നു.
ഇന്ത്യൻ എംബസിയുടെയും ബഹ്റൈൻ അതോറിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസിന്റെയും സൂര്യയുടെയും സഹകരണത്തോടെ ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്നുവന്ന ഇന്തോ ബഹ്റൈൻ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ സമാപിച്ചു. വെള്ളിയാഴ്ച നടന്ന സമാപന യോഗത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ വൈവിധ്യപൂർണ്ണമായ കലാ സാംസ്കാരിക ധാരകളെ മറ്റൊരു രാജ്യത്ത് പരസ്പരം പരിചയപ്പെടുത്താനുള്ള ബഹ്റൈനിലെ കേരളീയ സമാജത്തിന്റെ പരിശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും കേരളത്തിലെ പല പ്രമുഖരും കേരളീയ സമാജം സന്ദർശിക്കണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇന്തോ ബഹ്റൈൻ ഫെസ്റ്റിവലിന്റെ കഴിഞ്ഞ 3ാമത് എഡിഷൻ വിജയകരമായി അവസാനിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇത്തവണ കൂടുതൽ സ്വദേശികളും ഇന്ത്യക്കാരുമായ കലാസ്വാദകരുടെ സാന്നിധ്യമുണ്ടായതായും ഇന്തോ ബഹ്റൈൻ ബന്ധത്തിലെയും സാംസ്കാരിക വിനിമയത്തിലെയും പ്രധാന കണ്ണിയായി തീരാൻ ബഹ്റൈൻ കേരളീയ സമാജം വേദിയായി എന്നും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള പറഞ്ഞു. ഇന്ത്യൻ എംബസി, ബഹ്റൈൻ അതോറിറ്റി ഓഫ് കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസ്, സൂര്യ കൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സൂര്യ എന്ന സാംസ്കാരിക പ്രസ്ഥാനം എന്നിവ നൽകിവരുന്ന സഹകരണങ്ങൾക്കും എല്ലാ കലാസ്വാദകരും നൽകിവരുന്ന പിന്തുണയ്ക്കും സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ഫെസ്റ്റിവൽ കൺവീനർ പ്രശാന്ത് ഗോവിന്ദപുരം എന്നിവർ നന്ദി അറിയിച്ചു. സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് പ്രമുഖ വയലിൻ സംഗീതജ്ഞനായ വിദ്വാൻ ഡോക്ടർ L സുബ്രഹ്മണ്യത്തിന്റെ ക്ലാസിക്കൽ വയലിൻ കച്ചേരിയും അരങ്ങേറി. പാലക്കാട് ആൻഡ് കൾച്ചറൽ തിയേറ്റർ സ്റ്റാർ വിഷൻ കമ്പനിയുമായി സഹകരിച്ച് ഭാവലയം 2024 എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന നൃത്ത സംഗീതോത്സവം മെയ് 24 കേരളീയ സമാജ് ഡയമണ്ട് ജൂബിലി ഹാളിൽ നടക്കും. ഒരു ദിവസം നീളുന്ന പരിപാടിയാണ് അരങ്ങേറുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ അനുസ്മരണാർത്ഥം നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവം രാവിലെ 9-ന് പ്രശസ്ത സംഗീതജ്ഞൻ പാലക്കാട് ശ്രീറാം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബഹ്റൈനിൽ സംഗീതം അഭ്യസിക്കുന്ന 100ഓളം കുട്ടികളും അവരുടെ അധ്യാപകരും പങ്കെടുക്കുന്ന കീർത്തനാലാപനമുണ്ടാകും. വൈകിട്ട് 5-ന് ശ്രീറാമിന്റെ നേതൃത്വത്തിൽ മ്യൂസിക്കൽ ഫ്യൂഷൻ നടക്കും. തുടർന്ന് നീളോത്സവത്തിന്റെ മുഖ്യ ആകർഷണമായ മായിക നൃത്തശില്പം അരങ്ങേറും. 50-ലധികം കലാകാരന്മാരാണ് മായികയിൽ അരങ്ങേറുക. സംഗീതവും നൃത്തവും സമഞ്ജസമായി സമ്മേളിക്കുന്ന അപൂർവ കലോത്സവത്തിലേക്ക് 5000-ഓളം കാണികളെ പ്രതീക്ഷിക്കുന്നുവെന്നും പ്രവേശനം സൗജന്യമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പാക് ചീഫ് കോർഡിനേറ്റർ ജ്യോതികുമാർ മേനോൻ, പാക് ബഹ്റൈൻ പ്രസിഡന്റ് അശോക് കുമാർ, സെക്രട്ടറി സതീഷ് ഗോപാലകൃഷ്ണൻ, സ്റ്റാർ വിഷൻ ഇവന്റ്സ് മാനേജിംഗ് ഡയറക്ടർ സേതുരാജ് കടക്കൽ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് സജിത സതീഷ്, ഭാവലയം ജനറൽ കൺവീനർ ശിവദാസ് നായർ, രക്ഷാധികാരി മുരളി മേനോൻ, മായിക തിരക്കഥാകൃത്ത് പ്രീതി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. സർക്കാർ നിയന്ത്രണത്തിലുള്ള നിരണം താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ചെറിയ താറാവുകൾ കൂട്ടത്തോടെ ചാവുന്നത് കണ്ടതോടെയാണ് മഞ്ഞാടിയിലെ പക്ഷി ഗവേഷണത്തിൽ പരിശോധനയ്ക്കെത്തിച്ചത്. ഇവിടെ നിന്നാണ് സാമ്പിൾ ഭോപ്പാലിലെ ജന്തുരോഗ നിർണയ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. അതീവ സുരക്ഷിതമായാണ് താറാവുകളെ ഈ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരുന്നത്. ദേശാടന പക്ഷികളിൽ നിന്നാവാം രോഗം പടർന്നതെന്നാണ് അധികൃതരുടെ നിഗമനം. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് തുടർ നടപടി സ്വീകരിക്കും. 2500 വലിയ താറാവുകളും 1500 ചെറിയ താറാവുകളും ഈ കേന്ദ്രത്തിലുണ്ട്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പക്ഷിപ്പനി പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെ കൊന്നൊടുക്കും. പ്രാഥമിക പ്രതിരോധ നടപടികൾ ആരംഭിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ പറഞ്ഞു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ താറാവ് കൃഷി നടത്തുന്ന ഇടമാണ് അപ്പർ കുട്ടനാടൻ മേഖല. നിരണം ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന താറാവ് വളർത്തൽ കേന്ദ്രത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് നിരണത്തെ താറാവ് കർഷകർ. പ്രഭവ കേന്ദ്രത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിരവധി താറാവ് കർഷകരുണ്ട്. പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കേണ്ടി വരുമെന്നതാണ് കർഷകരുടെ ദുഃഖം. ഡക്ക് ഫാമിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലെ കോഴി, താറാവ് കർഷകരുടെ പേര് വിവരങ്ങൾ ശേഖരിച്ചു. H5N8 എന്ന വൈറസാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ളതിനാൽ 1 കിലോമീറ്റർ ചുറ്റളവിലെ പക്ഷികളെ ദയാവധം നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തിപ്പെടും. അടുത്ത വ്യാഴാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും, ചൊവ്വാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും, ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും, വ്യാഴാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം.
കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.